അക്കാര്യത്തിൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റോ വാജ്പേയി ഗവൺമെൻറ്റിനോ ഒരു സംഭാവനയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഗൗതം അദാനിയെ ഇന്ത്യ അറിയുന്നത്. അല്ല, നമുക്കറിയാം, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നത് യാദൃച്ഛികമായിട്ടാണ് വന്നത്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പദവിയെ കളങ്കപ്പെടുത്തിയ ഒരാളാണ് പിണറായി വിജയൻ. ഈ അന്തർധാര CPM-ഉം BJP-യും തമ്മിൽ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അന്തർധാര ഈ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1989 ആദ്യമായി ലോക്സഭയിലേക്ക് പ്രവേശനം. 26 വർഷം പാർലമെൻറ്റിനുള്ളിൽ രാജ്യത്തിൻ്റെ ശബ്ദമായി മാറി. മറ്റാരുമല്ല, ഇന്ന് നമ്മളോടൊപ്പം ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണുള്ളത്. നമസ്കാരം സർ. ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത്, പാർലമെൻറ്റിനുള്ളിൽ വർഷങ്ങളായിട്ടുള്ള പരിചയസമ്പന്ന സാറിനുണ്ട്. ആ കാലങ്ങൾ അത്രയും പരിശോധിക്കുമ്പോൾ ഒന്ന് കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മറ്റൊന്ന് പാർലമെൻറ്റിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 1984 ഞാൻ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി മത്സരിച്ച് വിജയിച്ചത്. അന്ന് എനിക്ക് 27 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഒരുപക്ഷെ അന്നത്തെ 9ാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിട്ടാണ് എന്നെ എല്ലാവരും കരുതിയത്. ഞാനായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. അന്ന് കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു. കാരണം 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അന്ന് BJP-ക്ക് 2 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പ്രതിപക്ഷമാകാൻ പോലും കഴിയില്ല. അന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രാമറാവു രൂപീകരിച്ച തെലുങ്ക് ദേശം പാർട്ടിയായിരുന്നു അന്ന് പ്രധാന പ്രതിപക്ഷം. അതിനുശേഷം 1989 രാഹുൽ ഗാന്ധി അധികാരം താഴെ ഇറക്കാൻ വേണ്ടി അന്നത്തെ BJP-യും അതോടൊപ്പം ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസ് വിട്ടുപോയ VP സിംഗും അരുൺ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ചേർന്നുണ്ടാക്കിയ ജനതാദൾ ഉൾപ്പെടെയുള്ള ആ സഖ്യമാണ് അന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി രാജീവ് ഗാന്ധി പ്രതിപക്ഷത്തിലെത്തിയിട്ട് അവരധികാരത്തിൽ വന്നത്. അധികാരത്തിൽ നിന്ന് VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ചൗധരി ദേവിലാൽ ഉപപ്രധാനമന്ത്രിയായി, BJP പുറത്തുനിന്ന് പിന്തുണച്ചു, ഇടതുപക്ഷം CPM-ഉം CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണച്ചു. അങ്ങനെയാണ് കോൺഗ്രസ് ഇതര ഗവൺമെൻറ് BJP-യുടെ പിന്തുണയോടെ, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി VP സിംഗിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ. പക്ഷേ ആ ഗവൺമെൻറ് കേവലം 2 വർഷം മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. അതിനുശേഷം ആ മുന്നണിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പിളർപ്പുകളും അതോടൊപ്പം BJP പിൻവലിച്ചതും ഒക്കെയായി VP സിംഗിൻ്റെ മന്ത്രിസഭ തകർന്നു. വീണ്ടും 1991 തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTTE-യുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ലഭിച്ചു. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അങ്ങനെ രണ്ടാം വട്ടം വീണ്ടും 1991 അടൂരിൽ നിന്ന് വീണ്ടും ഞാൻ ജയിച്ചു. ഒരു കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അന്ന് പ്രധാനമന്ത്രിയായത് PV നരസിംഹറാവുവാണ്. ആ ഗവൺമെൻറ്റാണ് നരസിംഹറാവുവാണ് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ കണ്ടെത്തി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണവും അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളും കൊണ്ടുവന്നത്. ഇന്ന് ഇന്ത്യ 21ാം നൂറ്റാണ്ടിലേക്ക് മുന്നേറാനുള്ള, സാമ്പത്തികമായി ഒരു 3ാം ലോകശക്തിയായി മാറാനുള്ള കാരണം മൻമോഹൻ സിംഗ് എന്ന പരിണതപ്രജ്ഞനായ സാമ്പത്തിക വിദഗ്ധനെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാക്കുകയും ലോകത്താകമാനം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണവും അതുപോലുള്ള പല നടപടികളും അദ്ദേഹം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മുന്നേറാൻ കഴിയുന്നത്. അപ്പോൾ കോൺഗ്രസ് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിനും മുന്നേറ്റത്തിനും അതുപോലെ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി മാറുവാനും ഉള്ള അടിത്തറ ഇട്ടത് രാജീവ് ഗാന്ധിയായിരുന്നു. കാരണം 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്ന വലിയ സങ്കല്പവും വലിയ സ്വപ്നവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് IT ഇൻഫർമേഷൻ ടെക്നോളജിയെ വികസിപ്പിച്ചു. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളുമൊക്കെ ആ കാലഘട്ടത്തിലാണ്, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ 5 വർഷക്കാലത്തെ ഭരണം പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കൊണ്ടുവന്നു. അധികാര വികേന്ദ്രീകരണം താഴെത്തട്ടിലേക്ക് കൈമാറുവാനുള്ള നിയമനിർമ്മാണം പാർലമെൻറ്റ് അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്. അങ്ങനെ രാജീവ് ഗാന്ധി കാലഘട്ടത്തിനനുസരിച്ച്, ലോകം മാറുന്നതനുസരിച്ച് രാജീവ് മാറണം എന്ന അടിസ്ഥാനത്തിൽ 21ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ട ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ് രാജീവ് ഗാന്ധി തൻ്റെ 5 വർഷക്കാലം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഭരണം പൂർത്തിയാക്കിയത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ബൊഫോസ് തോക്കിടപാട് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, BJP-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. പക്ഷേ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി, രാജീവ് ഗാന്ധി പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന ആ മുന്നണിക്ക് 2 വർഷം മാത്രമേ രാജ്യം ഭരിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ്
ആ മന്ത്രിസഭ തകർന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ആണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. തുടർന്ന് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ കാലഘട്ടത്തിലാണ് സാമ്പത്തിക രംഗത്ത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായതോടുകൂടി റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന, പ്ലാനിംഗ് കമ്മീഷനിലെ വൈസ് ചെയർമാനായിരുന്ന, വിവിധ IMFൽ ഉദ്യോഗം വഹിച്ച, വിവിധ സാമ്പത്തിക രംഗത്ത് വലിയ പ്രാഗൽഭ്യമുള്ള അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി വന്ന 5 വർഷക്കാലം കൊണ്ടാണ് ഉദാരവൽക്കരണവും അതുപോലുള്ള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായത്. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ വളർച്ചയിലും അത് നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റാണ് പങ്കുവഹിച്ചത്. കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഇന്ന് രാജ്യം 3ാം ലോകശക്തിയായി മാറിയത്. അക്കാര്യത്തിൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിനോ വാജ്പേയി ഗവൺമെൻറ്റിനോ ഒരു സംഭാവനയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് 10 വർഷം പിന്നിടുകയാണ്. പക്ഷേ രാജ്യത്ത് ഒരു മാറ്റവും അവർ കൊണ്ടുവരാൻ കഴിയില്ല. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആരംഭിച്ച സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ നടപടികളുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചു. അദാനിക്കും അംബാനിക്കും ഒക്കെ തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മുടെ IT സെക്ടർ, നമ്മുടെ പോർട്ടുകൾ, ഷിപ്പ്യാർഡുകൾ, അതുപോലെ വിമാനത്താവളങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ സ്റ്റീൽ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള പവർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നു. അതിൽ തന്നെ അദാനിക്കും അംബാനിക്കുമാണ് വാരിക്കോരി കൊടുക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ താല്പര്യം നോക്കാതെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ നവരത്ന കമ്പനികളും മിനി നവരത്ന കമ്പനികളുമായി പ്രവർത്തിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലേക്ക് മാറിയത്. അപ്പോൾ സ്വകാര്യവൽക്കരണം നടപ്പാക്കുക എന്നുള്ളതാണ്. അതിലൂടെ കോർപ്പറേറ്റുകളെ സഹായിക്കുക, കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക, കോടി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുക. അതിലാണ് നമുക്കറിയാം, ഇവിടെ അന്ന് ഗൗതം അദാനി എന്ന് പറയുന്ന ഈ കോർപ്പറേറ്റ് വ്യവസായിയെ നമുക്കാർക്കും അറിയില്ലായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഗൗതം അദാനിയെ ഇന്ത്യ അറിയുന്നത്. അതുവരെ അദ്ദേഹം ഗുജറാത്തിലെ ഒരു വ്യവസായി മാത്രമായിരുന്നു. BJPയുടെ സഹയാത്രികനായിരുന്നു. നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് ഗൗതം അദാനിക്ക് ഈ വലിയ ലോകത്തിലെ 3ാമത്തെ കോടീശ്വരനായി സാമ്പത്തിക ശക്തിയായി മാറിയത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണം പാവപ്പെട്ടവരെയും കൃഷിക്കാരെയും ഒക്കെ മറന്നുകൊണ്ട് സമ്പന്നന്മാർക്ക് വളരുവാനും അവർക്ക് കോടികൾ കൊള്ളയടിക്കാനുള്ള അവസരം തുറന്നു കൊടുത്ത ഒരു ഭരണമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണവും ഈ നരേന്ദ്രമോദിയുടെ ഭരണവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് എപ്പോഴും ആം ആദ്മിക്ക് വേണ്ടി പ്രവർത്തിച്ചു, കൃഷിക്കാർക്ക് വേണ്ടി ചിന്തിച്ചു, ആദിവാസികൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തി അവർക്ക് പരമാവധി സഹായങ്ങളും ആനുകൂല്യം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്, ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു, നമ്മുടെ അന്വേഷണ ഏജൻസികളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ നേതാക്കന്മാരെയും ജയിലടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഒരു ഏകാധിപത്യത്തിൻ്റെ ശൈലിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നു. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വൺ നേഷൻ വൺ ഇലക്ഷൻ. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ തന്നെ വകുപ്പ് കൊണ്ടുവന്നു. നേരത്തെ തന്നെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം, ഇതൊക്കെ തന്നെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന നിയമങ്ങളാണ്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് തീർച്ചയായും മതന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന ഭരണഘടനാപരമായ സംരക്ഷണം പോലും എടുത്തു കളയുന്ന ഒരു ഭരണകൂടമാണ് രാജ്യം വരിക. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് അധികകാലം ഇതൊന്നും ഇത്തരത്തിലുള്ള നമ്മുടെ മതേതരത്വത്തെ തകർക്കുന്ന, ഭരണഘടനയുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന മഹാനായ ഭരണഘടനാ ശില്പി അംബേദ്കർ വിഭാവന ചെയ്ത ഈ ഭരണഘടനയെ പോലും ഇന്ന് ത്രട്ടൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെപ്പോലും ഭീഷണി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഈ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി കുറേ മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ 10 വർഷമായി കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതെ പ്രതിപക്ഷത്തിരിക്കുകയാണ്. 2026 കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ കോൺഗ്രസ് വിജയിക്കുമെന്ന് പലരും വിധി എഴുതുകയാണ്, ഇപ്പോഴേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിൽ അതൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ, അതല്ല ജനങ്ങൾക്ക് കോൺഗ്രസ് ഉണ്ടായിരുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കുമോ വിജയം? അല്ല, നമുക്കറിയാം, ഇപ്പോൾ 2ാം പിണറായി സർക്കാർ വന്നത് യാദൃച്ഛികമായിട്ടാണ് വന്നത്. അത് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്ത് ഇവർ കൊടുത്ത കിറ്റിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ആ ഒരു ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിൽ
ലഭിച്ച ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് അവർ വീണ്ടും വോട്ട് ചെയ്തത്. പക്ഷേ അവർക്ക് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വീണ്ടും പശ്ചാത്തപിക്കേണ്ടി വന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്തതിൽ അവർ പശ്ചാത്തപിക്കുകയാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ അത് ജനങ്ങൾ തന്നെ തുറന്നു പറയുന്നത്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അവർ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം തീർച്ചയായും അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി തന്നെ കേരളത്തിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഇപ്പോൾ വീണ വിജയവുമായി ബന്ധപ്പെട്ട കേസിൽ എക്സാലോജി കമ്പനിയുടെ സംഭാവന സ്വീകരിച്ചുമായി ബന്ധപ്പെട്ട് SFIOയുടെ നടപടികൾ അത് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ കിബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് KM എബ്രഹാമിനെതിരായിട്ട് കേസെടുക്കാൻ CBI മുന്നോട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അജിത് കുമാർ DGPക്കെതിരായുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ നടക്കാത്ത കാര്യങ്ങളാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മകളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും, അതുപോലെ തന്നെ ഭരണരംഗത്ത് 2-3 ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രിയുടെ ആശ്രിതരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ സംഭവം. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിലായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പദവിയെ കളങ്കപ്പെടുത്തിയ ഒരാളാണ് പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ വീടുമൊക്കെ തന്നെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു ഭരണമാണ്. ഈ ഭരണത്തിൽ സാധാരണക്കാർക്ക് യാതൊരു രക്ഷയില്ല. പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ ഇവർ കഴിയുന്നില്ല. ഭരിക്കുന്ന CPM ഈ ഭരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. ആഡംബരവും ആർഭാടവും നിറഞ്ഞ ഒരു ഭരണം, ഖജനാവിൽ പണമില്ല, പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഗവൺമെൻറ്. പക്ഷേ ആഡംബരത്തിൻ്റെ കാര്യത്തിൽ ആർഭാടത്തിൻ്റെ കാര്യത്തിലും യാതൊരു കുറവുമില്ല. ഇപ്പോൾ 4ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന രണ്ടാം പിണറായി സർക്കാർ 25 കോടി രൂപയാണ് പ്രചരണത്തിന് വേണ്ടി ചിലവാക്കാൻ പോകുന്നതെന്നാണ് പത്രങ്ങളിൽ വരുന്ന വാർത്ത. അപ്പോൾ ഈ അഴിമതി, ധൂർത്ത്, ആഡംബരം, അതുപോലെ തന്നെ ആർഭാടം, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്. അതേസമയം പാവപ്പെട്ട പെൻഷൻകാർക്ക് പെൻഷനില്ല. ആശാ വർക്കർമാർ 70 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടയിൽ സമരം കിടക്കുകയാണ്. ആ സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അതുപോലെ അംഗൻവാടി വർക്കർമാർ സമരരംഗത്താണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരരംഗത്തേക്ക് വരാൻ പോവുകയാണ്. എല്ലാ രംഗത്തും ആളുകൾ അസംതൃപ്തരാണ് എന്നുള്ളതാണ്. കൃഷിക്കാരെ നമുക്കറിയാം, കാർഷിക മേഖലയിൽ വന്യജീവികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാക്രമങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ട കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുന്നു. വനാതിർത്തികളിൽ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി നടത്തുന്ന ആക്രമണങ്ങൾ, എത്ര പേരാണ് മരിച്ചത്? ഇന്നലെ തന്നെ ആതിരപ്പള്ളി 2 പേര് ആന ചവിട്ടിക്കൊന്നു. പുലി, കടുവ, അതുപോലെ കാട്ടുപന്നികൾ. ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ ഈ ഗവൺമെൻറ് കഴിയുന്നില്ല. എത്ര പേരാണ് ഇതിനിടയിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട്? അതുപോലെ തന്നെ മറ്റ് ഓരോ രംഗം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നം എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഭരണരംഗത്ത് നിരവധി അഴിമതി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ഭരണവിരുദ്ധ വികാരം ഒരു തലക്കലുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്തുള്ളൊരു ചോദ്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 ഇടങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് വന്നു, 11 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് 3 പാർട്ടികളാണ് കേരളത്തിൽ ഉള്ളത്. സ്വാഭാവികമായും പണ്ടത്തെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്നാണ്. പക്ഷേ ഇപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, കോൺഗ്രസിന് ആ ഒരു വിശ്വാസ്യത, ഇടതുപക്ഷം ഇനിയും ഈ ദുർബലപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പിന്നീട് കോൺഗ്രസിലേക്കൊരു വിശ്വാസ്യത ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? കോൺഗ്രസ് വരട്ടെ എന്നൊരു വിശ്വാസ്യത വരുന്നുണ്ടോ? അല്ല, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധാരണക്കാർക്ക് കഴിയില്ല. ജനാധിപത്യ വിശ്വാസി കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ രംഗവും തകർത്തിരിക്കുന്നു. നമുക്കറിയാം, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലും ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ദളിത് ആദിവാസികൾ അവരും വളരെ നിരാശയിലാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ സർക്കാരിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ഒരു ഐക്യജനാധിപത്യത്തിൻ്റെ ഭരണം കേരളത്തിൽ അധികാരത്തിൽ വരണം. CPMനെ എതിർക്കുന്നവരും CPM അധികാരത്തിൽ വരാൻ പാടില്ല, LDF ഇനി ഭരിക്കേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് UDFും കോൺഗ്രസുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് വോട്ടുകൾ നേടാൻ കഴിയുമെന്നല്ലാതെ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണ്. അപ്പോൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ചില അസംബ്ലി മണ്ഡലങ്ങൾ അവർക്ക് മുൻതൂക്കം കിട്ടി, ചില അസംബ്ലി മണ്ഡലങ്ങളിൽ അവർക്ക് 2-ാം സ്ഥാനത്ത് പോയി. പക്ഷേ അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഭവിക്കണമെന്നില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ CPMുമായി അന്തർധാര ഉണ്ടാക്കാനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ വോട്ട് ഷിഫ്റ്റിംഗ് നടത്തി. UDF അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി
CPM-ന് അവർ ഏതാണ്ട് ഒരു 10-25-30 മണ്ഡലങ്ങളിലെങ്കിലും അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് CPM-നെ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അന്തർധാര CPM-ഉം BJP-യും തമ്മിൽ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അന്തർധാര ഈ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും 18 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 4-ൽ 3 ജയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ UDF ഞങ്ങളുടെ സീറ്റുകൾ നിലനിർത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയക്കാനില്ല. ജനവികാരം ഇടതുപക്ഷത്തിനെതിരാണ്. എന്നാൽ BJP-യെ സംബന്ധിച്ച് അവരുടെ കള്ളക്കളിയും കാപട്യവും ഇപ്പോൾ മുനമ്പം സംഭവം വന്നതോടുകൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്. മുനമ്പം വന്നാൽ മുനമ്പം സംഭവത്തിൽ അവർക്ക് അവിടുത്തെ ആളുകൾ കൊടുത്ത ഉറപ്പെന്താണ്? കേന്ദ്രത്തിൽ വഖഫ് അമെൻമെൻറ്റ് വഖഫ് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം മുനമ്പത്തുകാർക്ക് അവർക്ക് കൈവശമുള്ള വസ്തു അവർക്ക് സ്വന്തമാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ക്രൈസ്തവരെ അല്ലെങ്കിൽ അവിടുത്തെ മുനമ്പം നിവാസികളെ വിശ്വസിപ്പിച്ചത്. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ, പുരോഹിതരെയൊക്കെ വിശ്വസിപ്പിച്ച് അരമനകൾ കയറി ഇറങ്ങിയവർ പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ വന്ന് കിരൺ റിജിജു എന്ന് പറയുന്ന ന്യൂനപക്ഷ ക്ഷേമമന്ത്രി ഇന്നലെ ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പൈലറ്റ് ചെയ്ത കിരൺ റിജിജുവിൻ്റെ സാക്ഷാൽ വന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞത്? കോടതിയിൽ പോകണം, കോടതിയുടെ തീരുമാനം വന്നാലേ നിങ്ങൾക്കിത് ലഭിക്കുകയുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കള്ളക്കളിയാണ്, ഇരട്ടത്താപ്പാണ് കാണിച്ചത്. തെറ്റായി പ്രചരണം നടത്തി BJP-ക്ക് മാത്രമേ മുനമ്പത്തെ ആളുകൾ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സായാൽ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശിരിക്കുന്ന സ്വത്ത് അത് വഖഫിനെ അല്ല നിങ്ങൾ കൈമാറുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നിട്ട് സാക്ഷാൽ മന്ത്രി വന്ന് കൈ കഴുകിയിട്ട് മന്ത്രി ഞങ്ങൾ ഈ നിയമം നിങ്ങൾ കോടതിയിൽ പോയി ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായി വിധി വാങ്ങിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ്, ദലിത് മുഖം കൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ആകെയുള്ള 16 സംവരണ മണ്ഡലങ്ങളിൽ UDF-ന് വിജയിക്കാൻ സാധിച്ചത് ആകെ 2 മണ്ഡലങ്ങളിലാണ്. ഒന്ന് IC ബാലകൃഷ്ണനും മറ്റൊന്ന് AP അനിൽകുമാർ. മറ്റാരെയും കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ കഴിയാതെ കോൺഗ്രസ് വിജയിപ്പിക്കാത്തതാണോ, അതല്ല കോൺഗ്രസ്സിന് ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സംവരണ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനില്ലാത്തതാണ്? ഇപ്പോൾ അങ്ങേക്ക് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാവേലിക്കരയിലേക്ക് കൊടുങ്ങും സുരേഷ് മത്സരിക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൊടുങ്ങും സുരേഷ് മത്സരിക്കണം എന്ന ചില ചർച്ചകൾ എപ്പോഴും നടക്കാറുണ്ട്. അപ്പം ദളിത് മുഖങ്ങൾ കോൺഗ്രസ്സിലില്ലേ? അല്ല, ദളിത് മുഖങ്ങൾ കോൺഗ്രസ്സിന് ഇല്ലാത്തതല്ല. ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ നടന്നപ്പോൾ 2009 ഡീലിമിറ്റേഷൻ അനുസരിച്ച് പാർലമെൻറ്റിലേക്കും 2011 നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ഈ സംവരണ മണ്ഡലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളായി മാറി എന്നുള്ളതാണ്. അന്ന് ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളായി പോയവർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷത്തിൽ നിന്ന് പോയ ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ അവർ സംവരണ സീറ്റ് മാത്രമല്ല ജനറൽ സീറ്റുകളിലും അവർക്ക് മുൻതൂക്കം കിട്ടുന്ന രീതിയിലുള്ള പ്രപ്പോസൽ വെക്കുകയും അത് നടപ്പാക്കി കിട്ടാൻ വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് പോയ നേതാക്കന്മാർ അതത്ര ഗൗരവത്തിൽ കാണുകയോ അത് ജാഗ്രതയോടുകൂടിയോ കാര്യമായ ഹോംവർക്ക് നടത്തുകയോ ചെയ്യാതെയാണ് പോയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് UDF-നുണ്ട്, കോൺഗ്രസ്സിനുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പരമ്പരാഗതമായി UDF ജയിക്കുന്ന സംവരണ മണ്ഡലങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ്. മാവേലിക്കര നമുക്കെല്ലാവർക്കും അറിയാം. പല മണ്ഡലങ്ങളും വൈക്കം മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ഇടതുപക്ഷത്തിന് ശക്തിയുള്ള പഞ്ചായത്തുകളെ, മുനിസിപ്പാലിറ്റികളെ ചേർത്താണ് സംവരണ മണ്ഡലം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ജയിച്ച് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. എങ്കിൽ പോലും ഞങ്ങൾ പരമാവധി മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ ആ സംവരണ മണ്ഡലങ്ങളിലെ സ്വഭാവം കാരണം സംവരണ മണ്ഡലങ്ങളാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദളിതർ ഉള്ള മണ്ഡലങ്ങളെയാണ് സംവരണ മണ്ഡലമായിട്ട് വരുന്നത്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരമ്പരാഗതമായി ദളിത് വിഭാഗങ്ങൾ LDF-നൊപ്പം നിൽക്കുന്നവരാണ്. പരമ്പരാഗതമായി പിന്നോക്കക്കാരും LDF-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അത് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ വന്ന ഒരു അഡ്വാൻറ്റേജും അതുപോലെ തന്നെ പരമ്പരാഗതമായി LDF-ലോടൊപ്പം നിൽക്കുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടർമാരുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദളിത് വോട്ടർമാരെ എന്തുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന പോലെയാണ്? തീർച്ചയായിട്ടും അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അനിശ്ചിതനായ നേതാവ് ദളിത് വിഭാഗങ്ങൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കും
കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനങ്ങളും പരിഗണന കൊടുക്കണം, അവരെ തിരിച്ചു കൊണ്ടുവരണം, അവരെ വിശ്വാസത്തെ ആർജിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് കാസ്റ്റ് സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാ കാലത്തും ഉത്തരേന്ത്യയിൽ കേരളം ഒഴിച്ചാൽ എല്ലാ കാലത്തും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദളിത് വോട്ടുകൾ എപ്പോഴും കോൺഗ്രസ്സിന് ലഭിച്ചുകൊണ്ടിരുന്നു. ദളിത് പിന്നോക്ക ആദിവാസി ന്യൂനപക്ഷ വോട്ടുകളുടെ പിൻബലത്തിലാണ് കോൺഗ്രസ് ഉത്തരേന്ത്യയിലും കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലും മുന്നേറിയിട്ടുള്ളത്. കേരളം വരുമ്പോൾ പിന്നോക്കക്കാരും പട്ടികജാതിക്കാരും അതിൻ്റെ ബഹുഭൂരിപക്ഷവും എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്നത്. എന്നാൽ മൈനോറിറ്റി, ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി എപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്നു. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വരാൻ പോകുന്ന നിയമസഭ, അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻനിരയിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവാണ്. അപ്പം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചില കണക്കുകൾ പുറത്തുവിടുകയുണ്ടായി. 100-ലേറെ സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പറയുന്നു ജയിക്കുമെന്ന് പറയുന്നു. 63 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുന്നു. അങ്ങയെ സംബന്ധിച്ച് അങ്ങയുടെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ പാഠവത്തിൽ, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നിയന്ത്രിച്ച ഒരു പാഠവത്തിൽ എത്ര സീറ്റുകൾ 2026 അദ്ദേഹത്തിന് വരാൻ കഴിയും? ഇല്ല, പ്രതിപക്ഷ നേതാവ് നല്ല ഹോംവർക്ക് ചെയ്യുന്ന ഒരു ജനപ്രതിയാണ്. മാത്രമല്ല കേരളത്തിൻ്റെ സാമുദായിക അതുപോലെ സന്തുലനം എല്ലാം നന്നായി വിശകലനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്ക് തെറ്റാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ 100 സീറ്റിന് പുറത്ത് തന്നെ UDFന് അധികാരത്തിൽ വരാൻ കഴിയും. അത് കോൺഗ്രസ് 50 മുതൽ 60 സീറ്റ് വരെ നേടാൻ കഴിയുമെന്നുള്ള ഒരു അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ച കണക്ക് അത് ഏതാണ്ട് ശരിയാകുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ കേന്ദ്ര സംവിധാനം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പാർട്ടിക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മറ്റ് പാർട്ടികൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് CUC പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ AICC ഇത്തരത്തിൽ DCCയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്ന തീരുമാനത്തിലേക്ക്? അല്ല, DCCയെ സ്ട്രെങ്തൻ ചെയ്യാനെന്ന് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന താഴെത്തട്ടിലാണ്. വോട്ടർമാർ താമസിക്കുന്ന താഴെ ബൂത്തിലാണ്. അപ്പോൾ ബൂത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, അതിൻ്റെ മേലിൽ വരുന്ന DCC, ഇത്രയും കമ്മിറ്റികൾ ചലനാത്മകമായാൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുള്ളൂ. AICCയും KPCCയും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയായി മാറുകയും DCC ഡേ ടു ഡേ പാർട്ടിയെ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഇടപെടുകയും മണ്ഡലം ബ്ലോക്ക് ബൂത്തിനെ ചലിപ്പിക്കുകയും ചെയ്യുന്ന തലത്തിൽ DCCയെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്, DCCയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. അത് നല്ല സ്വാഗതാർഹമായ തീരുമാനമാണ്. പാർട്ടി കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെത്തട്ടിലേക്ക് വരുന്നു. കൂടുതൽ ജനങ്ങളുമായി അടുക്കുന്ന തരത്തിൽ, വോട്ടർമാരുമായി അടുക്കുന്ന തരത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ റീസ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് DCCയെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അങ്ങേ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സംവരണ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് മാവേലിക്കര. മാവേലിക്കരയിൽ അവിടെ ജനറൽ സീറ്റായിരുന്ന സമയങ്ങളിലെല്ലാം കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരുന്നൊരു സമയമായിരുന്നു. ഇത്തവണ അങ്ങേക്ക് അത് വളരെ പ്രധാനപ്പെട്ടൊരു തിരഞ്ഞെടുപ്പിൽ അത് പ്രധാനപ്പെട്ടൊരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര. അങ്ങയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളൊരു മണ്ഡലമാണ്. അവിടെ എങ്ങനെയാണ് ഇക്കൂടെ സാധ്യത എങ്ങനെയാണ്? അസംബ്ലിയിലാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര അസംബ്ലി മണ്ഡലം പൊതുവെ LDFന് മുൻതൂക്കമുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ്. ആ സംവരണ ജനറൽ മണ്ഡലമായിരുന്നപ്പോൾ മാവേലിക്കരയിൽ കോൺഗ്രസ് ജയിച്ചു, ഇടതുപക്ഷവും UDFും മാറി മാറി ജയിച്ച മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം പന്തളം നിയോജകമണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് CPMന് അതിശക്തമായ വേരോട്ടമുള്ള മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ് മാവേലിക്കര വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ മാവേലിക്കര ഒരു ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ്. പക്ഷേ അവിടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നേരിയ മാർജിനിൽ മാവേലിക്കര ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും കടുത്ത പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസിനെ സജ്ജമാക്കുവാൻ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.